എന്റെ അമ്മ എന്താണോ പറയുന്നത് അത് മാത്രമേ ഞാൻ കേൾക്കൂ. നിന്നെക്കുറിച്ച് ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ നീ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. നീ ഞങ്ങളെല്ലാവരെയും വഞ്ചിച്ചോണ്ടിരിക്കുക. എന്നെ ഭർത്താവായി നിഹാരിക സ്വീകരിക്കാതിരിക്കാനുള്ള പരിശ്രമമാണിതൊക്കെ. ശരി, നിങ്ങൾ പറഞ്ഞത് ഉറപ്പാണ് ഏട്ടാ? അതേന്ന്. നീ ഇനി എത്ര തവണയൊക്കെ ചോദിച്ചാലും ഇത് മാത്രമേ ഞാൻ പറയൂ. ഇപ്പൊ എന്റെ വായിൽ തന്നെ നിനക്ക് മറുപടി കിട്ടിയല്ലോ. ഈ കാര്യത്തെ പറ്റി പറയാൻ വേണ്ടി മാത്രമല്ലേ നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇനി എനിക്ക് പോകാലോ. ഒന്ന് നിക്കേട്ടാ. ഇനി എന്താ? ഞാൻ പറയുന്നതെല്ലാം കേട്ടിട്ട് എനിക്കൊരു സഹായം ചെയ്തു തരൂ. എന്താ? ഈ താലി നിങ്ങൾ കെട്ടിയതല്ലെന്ന് പറഞ്ഞല്ലോ, എങ്കിൽ ഇത് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ അഴിച്ചേക്ക്. നിങ്ങളിത് അഴിച്ചതിന് ശേഷം ഞാനിത് അമ്മയുടെ മുന്നിൽ കൊണ്ടുചെന്ന് സമർപ്പിക്കും. പിന്നെ ഒരിക്കലും തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരില്ല. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്കോ നിങ്ങളുടെ വീട്ടിലേക്കോ വരില്ല. സ്വന്തം കുടുംബത്തെ ഞാൻ എന്നേക്കുമായിട്ടങ്ങ് മറന്നോളാം. ഇനി വേണ്ടി വന്നാൽ ഞാനും എന്റെ കുടുംബവും ഈ നാട് വിട്ട് തന്നെ പൊയ്ക്കോളാം. അഴിച്ച കേട്ടോ, അഴിക്കാൻ. എന്താ ആലോചിക്കുന്നത്? അഴിക്കേട്ടോ. അഴിക്കാൻ എന്താ മനസ്സ് വരുന്നില്ലേ? ഞാൻ കെട്ടാത്ത താലി ഞാൻ എന്തിനാ അഴിക്കുന്നെന്നാ ഇപ്പൊ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നേ. പക്ഷേ ഞാൻ അഴിച്ചോളാം. എന്തിനാന്നറിയോ? ഈ താലി അഴിച്ചു കഴിഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതുകൊണ്ട്. ഈ താലിയുടെ കെട്ടഴിച്ചാലേ അവിടെ നിഹാരികയുടെ കഴുത്തിൽ എനിക്ക് താലി കെട്ടാൻ പറ്റൂ. നിന്റെ ഈ താലി അഴിക്കാൻ എനിക്ക് യാതൊരു എതിർപ്പ് മടിയുമില്ല അവനി. അമ്മ, എന്റെ പൂർണ്ണാദേവി, നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ എന്നെ ഇങ്ങനെ നിർത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതെനിക്കുള്ള അവസാന പരീക്ഷണമാകുന്ന എന്റെ വിശ്വാസം. താലി എന്റെ കഴുത്തിൽ നിന്ന് അഴിച്ചാലുടനെ ഞാൻ എന്റെ ഈ പ്രാണൻ വെടിയും. ഏട്ടാ, 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 എഴുന്നേൽക്ക്. ഏട്ടാ, എന്താ നിങ്ങൾക്ക് പറ്റിയത്? എഴുന്നേൽക്ക് ഏട്ടാ, ഏട്ടാ.
ഏട്ടാ ഏട്ടാ എഴുന്നേൽക്ക് ഏട്ടാ. എന്തിനാ ഭഗവാൻ ഇങ്ങനെ ചെയ്തത്? ഈ സമയത്തും എന്നോട് എന്തിനാ ഇങ്ങനെ ഒരു പരീക്ഷണം? അല്പാൽപമായി എന്നെ മാനസികമായി കൊന്നു കളയുന്നതിനേക്കാൾ ഭേദം ഒറ്റയടിക്ക് എന്നെ അങ്ങ് കൊന്നൂടെ? എന്റെ ഏട്ടനെ യാതൊരു പ്രശ്നത്തിലും പെടുത്തരുതേ ദൈവമേ. എന്റെ ഏട്ടൻ 100 വർഷം ആരോഗ്യത്തോടെ ജീവിക്കണം. നിങ്ങൾ വേണമെങ്കിൽ എന്നെ ഈ ജീവൻ എടുത്തോ. എന്റെ താലിയെ നീ സംരക്ഷിക്കണം. എന്റെ ഭർത്താവിനെ നീ എനിക്ക് തിരിച്ചു തരണം. എന്റെ ഏട്ടന് ഓർമ്മ തിരിച്ചു കിട്ടാത്തതുകൊണ്ട് ഇതിനകം തന്നെ ഞാൻ നരകയാതന അനുഭവിച്ചിട്ടുണ്ട്. ഇനിയും എന്നെ എന്ത് ചെയ്യണമെന്നാ നിന്റെ ഉദ്ദേശം? നിന്റെ മുൻപിൽ ഞാൻ എന്റെ രക്തം സമർപ്പിച്ചിട്ടാണെങ്കിലും നീയൊന്ന് അടങ്ങി എന്നോട് കരുണ കാണിക്കോ? എന്നാൽ ഇത് സ്വീകരിച്ചോ. അവനി 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 ഏട്ടാ, നമ്മള് ഈ സമയത്ത് അമ്പലത്തിൽ എങ്ങനെ എത്തിയേ? അവനി, നീ എന്താ അങ്ങനെയൊക്കെ ചെയ്തേ? നിനക്കെന്താ വിഷമമുണ്ടായേ? നിഹാരിക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? കല്യാണത്തിന് ഇനി അധികം സമയമില്ല അല്ലേ? അതുകൊണ്ട് നിഹാരിക അമ്മയും ബാക്കിയുള്ളവരൊക്കെ അവളുടെ ഭാഗത്തേക്ക് മാറ്റി തന്നെ വിഷമിപ്പിച്ചോ അവനി? ഏട്ടാ, ഏട്ടാ നിങ്ങൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയേട്ടാ. എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്നോ? അതെ ഏട്ടാ. അല്ല അവന് എന്താ ഉണ്ടായേ? എന്തൊക്കെയാ നടക്കുന്നേ? നമ്മളിന്ന് ഗ്രാമത്തിലേക്ക് പോയപ്പോ ശ്രീകർ സാറിന് ഓർമ്മ നഷ്ടപ്പെട്ടു. വരുന്ന മാസം 9-ാം തീയതി രാത്രി 9 മണിക്ക് ആവനിയുടെയും വികാസിന്റെയും കല്യാണം. മണവാട്ടിയാകാൻ പോകുന്ന അവനിക്ക് കൺഗ്രാറ്റുലേഷൻസ്. നിന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. ഈ താലി കെട്ടിയത് ആരാണ്? എന്റെ കഴുത്തിലെ താലി കെട്ടിയത് ശ്രീകരേട്ടനാ. അവനിടെ ശ്രീകറിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ്. ദാ ഇത് നോക്കമ്മ. അവനിയോടൊപ്പം ചേർന്ന് നീ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. അമ്മേ, ഇനി ഞാൻ വൈകിപ്പിക്കില്ല. നാളെ എല്ലാവരോടും അവനി എന്റെ ഭാര്യയാണെന്ന് ഞാൻ പറഞ്ഞിരിക്കും.
അങ്ങനെയാ എനിക്ക് എന്റെ ഓർമ്മ തിരിച്ചു കിട്ടിയതച്ഛാ. ഇനിയിപ്പം ഞാൻ നിഹാരികയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് അത് ശരിയാവില്ലല്ലോ അമ്മേ. എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം അവന് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അവളുടെ ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ കഴുത്തില് താലി കെട്ടാൻ പോകുവാണെന്നറിഞ്ഞ ആ നിമിഷം തൊട്ട് ചങ്ക് പൊട്ടിയിട്ടുണ്ട് അവക്ക്. എനിക്ക് നിഹാരികയെ കല്യാണം കഴിക്കാൻ കഴിയില്ല അമ്മേ. ഈ ജന്മത്തിൽ എന്നല്ല, ഇനിയുള്ള എല്ലാ ജന്മങ്ങളിലും അവനി മാത്രമാണ് എന്റെ ഭാര്യ. ഞങ്ങളുടെ കല്യാണക്കാര്യത്തില് ഇനി ആർക്കും ഒരു സംശയങ്ങളും തോന്നേണ്ട യാതൊരു ആവശ്യമില്ല. ചെന്നൈയിൽ നടന്ന ഞങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് അവനി പറഞ്ഞതെല്ലാം സത്യമാണ്. അത് തെളിയിക്കാനുള്ള തെളിവുകളൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ ബന്ധത്തിനൊരു സത്യമുണ്ടെന്ന് പറയാൻ ഞാൻ കെട്ടിയ ഈ താലി മാത്രം മതി. വേദവതി അമ്മയ്ക്ക് മകന്റെ കാര്യത്തിൽ നല്ല പ്രതീക്ഷയായിരുന്നു. അവസാനം അവനിങ്ങനെ കാണിക്കൊന്നും ഓർത്തു കാണില്ല. അത് ശരിയാ. നാളെ നാട്ടുകാർക്കിടയിൽ എങ്ങനെ തല ഉയർത്തി നടക്കുവോ എന്തോ. ഈ കാര്യം ഈ പന്തലിന് മാത്രം ഒതുങ്ങോ? എല്ലാരും ഇതൊക്കെ അറിയില്ലേ? മുടങ്ങിപ്പോയ കല്യാണത്തിന്റെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന എന്തിനാ? വാ നമുക്ക് പോവാം. സർ, നിങ്ങൾ അകത്ത് നിൽക്കുന്നത് ഞാൻ അവസാനം കണ്ടത്. നിങ്ങൾ എപ്പോഴാ വന്നത് സർ? ശ്രീകർ നിഹാരികയെ താലി കെട്ടുന്നത് നിർത്തി എല്ലാവരോടും നടന്ന കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ വന്നു മോളെ. ഞാൻ ആഗ്രഹിച്ചതുപോലെ നടന്നപ്പോ അങ്ങോട്ട് വരണ്ട എന്ന് കരുതി അവിടെ തന്നെ നിന്നു. ഇന്ന് കല്യാണമുള്ള കാര്യം സാറിനോട് ആരാ പറഞ്ഞേ? നിഹാരിയുടെ കാര്യത്തില് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ പറയണമെന്ന് നമ്മുടെ സ്റ്റാഫായ സുന്ദരനോട് ഞാൻ പറഞ്ഞിരുന്നു. കല്യാണക്കാര്യത്തെക്കുറിച്ച് അവൻ ഫോൺ ചെയ്ത് പറഞ്ഞുകൊണ്ട് ഇത് മുടക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഞാൻ. എന്റെ മകളെ പോലുള്ള അവനിക്ക് ചതി സംഭവിക്കരുതെന്ന് കരുതി വന്നപ്പോ എന്നെക്കുറിച്ച് നിഹാരിക അറിഞ്ഞതെങ്ങനെയാണെന്ന് അറിയില്ല, ഗുണ്ടകളെ വിട്ട് എന്നെ അറ്റാക്ക് ചെയ്തു. ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് പോയി പോലീസുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവരവിടെ പുറത്തു നിൽപ്പുണ്ട്. എന്തായാലും ശ്രീകരൻ ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല, എന്തായാലും ധൈര്യത്തോടു കൂടി നടന്ന കാര്യങ്ങൾ എല്ലാരെയും അറിയിച്ചല്ലോ. സത്യങ്ങൾ പറയാൻ ഇനിയും ഞാൻ ഒരുപാട് വൈകും തോറും
അവനിക്ക് നഷ്ടപ്പെടുന്നതൊക്കെ എനിക്ക് മനസ്സിലായി സർ. അതുകൊണ്ട് എല്ലാം ഞാൻ ദൈവത്തിനെ ഏൽപ്പിച്ച് ധൈര്യത്തോടെ തുറന്നു പറഞ്ഞത്. ഇനി അതിന്റെ പരിണിത ഫലമൊന്നും എനിക്കറിയില്ല. പരിണിത ഫലം എന്ത് വേണേലും ആകാം. പ്രയാസപ്പെടുത്തിയേക്കാം, വിഷമിപ്പിച്ചേക്കാം. അതിൽ പോലും പക്ഷേ അവനിക്ക് സന്തോഷം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാ ഇപ്പൊ അവളുടെ സ്ഥാനം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ സത്യങ്ങൾ പോലും കയ്പുള്ള വിഷം പോലെയാണ് സർ. ആരും സ്വീകരിക്കില്ല, അംഗീകരിക്കുകയില്ല. ഒരു പരീക്ഷണം കഴിഞ്ഞു. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. എന്ത് സംഭവിച്ചാലും എന്റെ ഏട്ടനെ വിട്ടിട്ട് ഞാൻ എങ്ങും പോവില്ല. എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. താലി കെട്ടി 3 ദിവസത്തിനുള്ളിൽ ബന്ധം വേർപെടുത്തുന്ന ആൾക്കാരുള്ള ഈ കാലത്ത് ഏറെ പ്രയാസങ്ങൾ സഹിച്ച് ഭർത്താവിനെ രക്ഷപ്പെടുത്തിയവളാണ് നീ. നീ സ്ത്രീ സമൂഹത്തിന്റെ അഭിമാനമാണ്. നിന്റെ ജീവിതത്തിലേക്ക് വന്നൊരു സാധാരണ പെണ്ണല്ല, ദേവതയാണ് മോനെ. ആശീർവദിക്കണം സർ. എന്റെ ആശീർവാദം മാത്രമല്ല, നിങ്ങളുടെ കുടുംബം മുഴുവനും നിങ്ങളെ ആശീർവദിക്കണമെന്ന് ഞാൻ എന്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എഴുന്നേക്ക് മക്കളെ. ആ നിഹാരികയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവളെ കുറിച്ച് നിങ്ങളൊന്നും ആലോചിക്കണ്ട. ഞങ്ങളുടെ കല്യാണക്കാരി എല്ലാവരും അറിഞ്ഞല്ലോ. നിഹാരികയ്ക്ക് ആ പണി കൊടുത്താൽ മതി സർ. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി വന്നതിന് താങ്ക് യു സോ മച്ച് സർ. എന്തുപറ്റി സാറേ? അറസ്റ്റ് ചെയ്യണ്ടേ അവളെ? വേണ്ട സാർ, അറസ്റ്റ് ചെയ്യണ്ട. നിഹാരിക മാനസികമായിട്ട് അറസ്റ്റിലാണ്. ഞാൻ നീതി കിട്ടണമെന്ന് ആഗ്രഹിച്ച കുട്ടിക്ക് നീതി കിട്ടി. അതെയോ? ഗുഡ്. ഞാൻ ഹെൽപ്പ് ചോദിച്ച ഉടനെ റിയാക്ട് ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. എങ്കിൽ നമുക്ക് പോയാലോ? വരൂ സാർ. അമ്മേ, ഞാൻ നിന്റെ അമ്മയോ അല്ല, ഇനി നീ എന്റെ മകനുമല്ല. നീ പേരിന് മാത്രമാണ് എന്റെ മകൻ. ഇവരുടെ എല്ലാവരുടെയും ദൃഷ്ടിയില്, എന്റെ ദൃഷ്ടിയില് പക്ഷേ നീ ഒരിക്കലും എന്റെ മകനല്ല. സത്യം തുറന്നു പറയാൻ ഒരുപാട് അവസരങ്ങളിൽ കരുതിയതാണമ്മേ. പക്ഷെ ഓരോ തവണയും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി ഒന്നും പറയാൻ പറ്റിയില്ല. നീ മിണ്ടിപ്പോവരുത്, മിണ്ടിപ്പോവരുത്. സംസാരിച്ച എന്താ കുഴപ്പം വേദവതി അമ്മേ? എന്റെ അനിയത്തി ആയതുകൊണ്ട് നിങ്ങൾ എത്ര തവണ അവളെ പുറത്താക്കിയിട്ടും അവൾ അതൊക്കെ ക്ഷമിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ എല്ലാവരും എപ്പോഴേ അറിഞ്ഞാനേ. ഇപ്പൊ ഇവിടെ ഉള്ളവരില് ആരാണെങ്കിലും ശരി, അവനെ പോലെ ക്ഷമിച്ച് സഹിച്ച് നിൽക്കാൻ പറ്റുന്നവരാണോ? അവരുടെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്ക്. അവനവന്റെ സ്ഥാനത്ത് നിന്ന് ആരും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാ നിങ്ങൾക്ക് എപ്പോഴും എന്റെ അനിയത്തി ഒരു കുറ്റക്കാരിയായിട്ടേ തോന്നൂ. സത്യം പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അതിന് വിലയില്ല. അപ്പൊ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ ഭാര്യ ജീവനോടെ ഉണ്ടാവുന്ന തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ചത്താലും സാരമില്ലായിരുന്നു. ഇന്ന് ഇതൊന്നും എനിക്ക് കാണേണ്ടി വരില്ലായിരുന്നല്ലോ. വന്ന ബന്ധുക്കളുടെ എല്ലാവരുടെയും മുമ്പില് നിങ്ങൾ എന്നെ നാണം കെടുത്തിയില്ലേ? ഗ്രാമവാസികളുടെ മുൻപില് ഒരു തെറ്റുകാരിയായി ഞാൻ ഇനി നിൽക്കേണ്ടി വരില്ലേ? ജാതകം ചേരാത്തൊരുത്തിയെ അവരുടെ എല്ലാവരുടെയും മുമ്പില് എങ്ങനെ ഞാൻ ഇനി പരിചയപ്പെടുത്തി കൊടുക്കും?
നമ്മുടെ വീട്ടിലെ മരുമകളാവേണ്ടവള് എങ്ങനെയായിരിക്കണമെന്ന് കുട്ടിക്കാലം തൊട്ടേ നിനക്ക് പറഞ്ഞു തരാറില്ലടാ ഞാൻ. എന്നിട്ട് ഇതുപോലൊരു തീരുമാനം എന്തിനാണ് നീ എടുത്തത്?